തുടരെയുള്ള ഷട്ടിൽ കളി കൊണ്ട് ഗട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്കത് ഗട്ടിക്കുക എന്നുള്ളതാണ് ഏക ലക്ഷ്യം. അതുകൊണ്ട് നമ്മുടെ ജിബിൻ സാർ വന്നു. നമ്മൾ നേരെ വണ്ടി എടുത്ത് കോട്ടയത്തോട്ട് പോകാൻ പോവാണ്. എന്തായാലും ആസ് യൂഷ്വൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് ജിബിൻ സാർ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ചർച്ച ചെയ്യുന്നത് ആധുനിക തലമുറയിലെ കുട്ടികൾ മദ്യപാനത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനും MDMA പോലുള്ള രാസവസ്തുക്കളുടെ ഉപയോഗത്തിന് അടിമപ്പെട്ടതിനെ പറ്റി കൂലങ്കശകമായ ചർച്ചയിലാണ് ഞാനും ജിബിൻ സാർ. ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ MC റോഡിൽ എപ്പോഴും നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഹോൾഡ് MC റോഡ് എടുത്ത് പോകാൻ വേണ്ടി ഏറ്റുമാനൂർ ചന്തയ്ക്കകത്തൂടെ ഹോൾഡ് MC റോഡിലോട്ട് പോകും. കോട്ടയൊക്കെ പോകുമ്പോഴത്തേക്കും അത്യാവശ്യം തണുപ്പൊക്കെ കൊണ്ട് മരങ്ങളുടെ തണലിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഈ വഴിയിൽ ഇപ്പം ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾക്കും കോട്ടയം പോകുമ്പോൾ ഈ വഴി ചൂസ് ചെയ്യാവുന്നതാണ്. വേറൊന്നുമല്ല, കോട്ടയത്ത് ഇപ്പം നമ്മൾ വിചാരിക്കുന്നേക്കാളും ചൂടാണ്. അതിലുപരി ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. സോ അൺസൈക്കബിൾ ആണ് ഗൈസ്. എന്നിട്ടും റോഡിൽ ഇത്രയും തിരക്കൊക്കെ കാണുമ്പോൾ നമ്മൾ അതിശയത്തോട് നോക്കി നിന്ന് പോകും. ഇവരൊക്കെ എവിടെ പോവുകയാണെന്ന്. നമ്മളെപ്പോലെ തന്നെ എന്തെങ്കിലും ആവശ്യത്തിന് പോകണമെന്ന് തന്നെ ആയിരിക്കും. എന്തായാലും നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ബെയ്റ്റ് ഫോർ ബാഡ്മിന്റൺ എന്ന് പറഞ്ഞ കോട്ടയത്തുള്ള ഒരു ഷോപ്പിലാണ് നമ്മൾ സാധാരണ ഗട്ടി കഴിക്കാറുള്ളത്. യൂഷ്വൽ സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ജ്യൂസ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. കഴിക്കാനല്ല, കുടിക്കാൻ. പുള്ളി എനിക്ക് ജ്യൂസ് മേടിച്ചെന്ന് കഴിച്ചു. ഇത്ര സ്നേഹമുള്ള ഞാൻ പറ്റുന്നുണ്ടോ? പെയ്ഡ് പ്രൊമോഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും അത് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് സ്റ്റുഡിയോയിലൊന്ന് കയറാം. എന്തായാലും നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും ഷോപ്പിംഗ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ അന്നത്തെ ആ യാത്ര പൂർത്തിയാകില്ല. എന്തെടുക്കാനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. ഇങ്ങനെ വരും, എന്തെങ്കിലുമൊക്കെ എടുക്കും. കിട്ടിയാൽ എടുക്കും, കിട്ടിയില്ലെടുക്കത്തില്ല. എന്തായാലും ഇവിടെ ജിബിൻ സാറ് എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്. ഞാനും വന്ന സ്ഥിതിക്ക് എന്തൊക്കെയോ എടുത്ത് അവിടുന്ന് ഇറങ്ങുകയാണ്. നമുക്ക് നേരെ പോയിട്ട് ബാറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. ഗട്ട് ചെയ്തു എന്നറിഞ്ഞതിന്റെ ഒരു സന്തോഷമാണ് ഈ തുള്ളൽ കൃതിയിലൂടെ നമ്മൾ ഇപ്പോൾ കണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ഒരു ബാറ്റ് മേടിച്ചേക്കാം എന്ന് പുള്ളിക്കൊരു ആഗ്രഹം. അത് ബാറ്റും മേടിച്ച് അതിന് പറ്റിയ ഒരു സ്ട്രിങ്ങും, വളരെ കളർഫുൾ ആയിട്ടുള്ള സ്ട്രിങ്ങും പുള്ളി ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് തടിയിൽ നിർമ്മിച്ച ഒരു ബാറ്റ് കാണാൻ ഇടയായത്. പണ്ടുള്ളവർ കളിച്ചുകൊണ്ടിരുന്നത് ഇതിലാണെന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. അവകാശവാദം ശരിയാണോ ഇല്ലയോ എന്നുള്ളത് പ്രത്യേകമായി നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുള്ളിയുടെ ബാറ്റ് അവിടെ ഗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ സാധനം. ഗോദാ സിനിമയിൽ കൊലമച്ചാൻ പറഞ്ഞ പോലെ നല്ല കളർഫുൾ കളിയായിരിക്കും എന്നാണ് ഇദ്ദേഹത്തിന്റെ അവകാശവാദം. വാദങ്ങൾക്കൊന്നും അധികം ചെവി കൊടുക്കാതെ നമ്മൾ അവിടുന്ന് നേരെ പോകുന്ന ഡിക്കാത്ലോണിലോട്ടാണ്. നമ്മളൊരു കോർക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ്. എന്തായാലും ദാഹം മാറ്റിയിട്ട് കയറാമെന്ന് വിചാരിച്ച് കുറച്ച് വെള്ളവും കുടിച്ച് അവിടുന്ന് സാധനം എടുത്തത് പുള്ളി ആരുടെയോ ബൈക്കിൽ കയറിയിരിക്കുകയാണ്. എന്തായാലും നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങി നേരെ വീട്ടിലോട്ട് തന്നെയാണ് വന്നത്. വന്ന വഴി പുതിയ കോർക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജിബിനും ചേട്ടായും കൂടെ. That's all for today. Bye bye guys.